ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരവും സാമ്പത്തിക അടിത്തറയുമുള്ളതുമായ ഇൻഷുറൻസ് സംരംഭമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ആഗോളവൽക്കരണ നയങ്ങളുടെ ഫലമായി നിരവധി സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചുവെങ്കിലും വിശ്വാസ്യതയിൽ LIC തന്നെയാണ് ഇപ്പോഴും രാജ്യത്ത് മുന്നിലുള്ളത്. പ്രസ്തുത സംരംഭം പോളിസി ഉടമകളിൽ നിന്ന് സംഭരിക്കുന്ന തുക ഓഹരി കമ്പോളങ്ങളിൽ നിക്ഷേപിക്കുന്നതിനുള്ള തീരുമാനം ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണ്. രാജ്യത്തെ ഏറ്റവും ശക്തമായ പൊതുമേഖലാ ഇൻഷുറൻസ് സംരംഭമായ LICയെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് ആശങ്ക ഉയർന്നിരിക്കുന്നു. എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പിൻബലത്തോടെ രാജ്യത്തെ സാധാരണക്കാരായ കോടിക്കണക്കിന് പേർ അധ്വാനിച്ചുണ്ടാക്കി നിക്ഷേപിക്കുന്ന തുക സ്വകാര്യ കമ്പനികളിലും ഓഹരി വിപണിയിലും നിക്ഷേപിക്കുന്നത് LIC തുടർന്നു പോന്നു. അതുകൊണ്ട് തന്നെ പോളിസി എടുക്കുന്ന ഗുണഭോക്താക്കൾ കണക്കുകൂട്ടുന്ന വരുമാനം പോളിസി കാലാവധി എത്തിയാൽ തിരികെ ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇത്തരം നിക്ഷേപങ്ങളിൽ അസാധാരണമായ വർധനയുണ്ടായതെന്നും അതിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുപ്പമുള്ളവരുടെ കമ്പനികളിൽ വാരിക്കോരി നിക്ഷേപം നടക്കുന്നുവെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ അന്വേഷണാത്മക റിപ്പോർട്ടിൽ അഡാനി കമ്പനിയിൽ 10,000 കോടി രൂപ നിക്ഷേപിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതിൽ 33,000 കോടി രൂപ കഴിഞ്ഞ മെയ് മാസത്തിൽ നിക്ഷേപിക്കുന്നതിന് നടപടികളായി. കൂടാതെ തുക അദാനി കമ്പനികളിൽ എത്തിക്കുന്നതിനുള്ള സമ്മർദ്ദം കേന്ദ്ര സർക്കാരും സാമ്പത്തിക സേവന വകുപ്പ്, നീതി ആയോഗ് എന്നിവയും ചേർന്ന് നടത്തുന്നതായും വാർത്തയിലുണ്ടായിരുന്നു. നേരത്തെ കൊച്ചു വ്യാപാരങ്ങൾ നടത്തിയിരുന്ന അദാനിയുടെ വളർച്ച ആരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതിനു ശേഷം ദേശീയ സാമ്പത്തിക രംഗത്ത് കടന്നു വരികയും പ്രധാനമന്ത്രി ആയതിനു ശേഷം ശക്തിയാർജിക്കുകയും ചെയ്ത സംരംഭകനായിരുന്നു അഡാനി. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും പ്രകൃതി വിഭവങ്ങളും കൈയടക്കുന്നതിന് നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം കാറ്റിൽ പറക്കുന്നതാണ് പിന്നീടുണ്ടായത്. അഡാനിയെ തളർച്ചയിലെല്ലാം കൈയച്ച് സഹായിക്കുന്നതിന് മോദിക്കും കേന്ദ്ര സർക്കാരിനും ഒരു വഴിയും ഉണ്ടായില്ല. ഒരു വർഷം മുമ്പ് 2,000 കോടി രൂപയുടെ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് US-ൽ കേസുണ്ടായ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അഡാനി ഓഹരികളിൽ തകർച്ചയുണ്ടായപ്പോഴാണ് LICയെ കൊണ്ട് കൂടുതൽ തുക അദ്ദേഹത്തിന്റെ സംരംഭങ്ങളിൽ ഓഹരിയായി നിക്ഷേപിക്കുന്നതിന് നീക്കമുണ്ടായതെന്നാണ് സമയക്രമങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നത്. അഡാനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് LICയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുടെ മൂലധനം സ്വകാര്യ കമ്പനികളിൽ നിക്ഷേപിക്കുന്നത് മോദി കാലത്ത് 10 മടങ്ങ് വർദ്ധിച്ചുവെന്ന് തുറന്നു പറച്ചിലാകുന്നുണ്ട്. എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് അഡാനി കമ്പനികളിൽ നിക്ഷേപിച്ചതെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പ്രതികരണത്തിൽ 2014 ശേഷം സ്വകാര്യ കമ്പനികളിലെ നിക്ഷേപം 10 മടങ്ങിലധികം വർദ്ധിച്ചുവെന്ന് LIC സമ്മതിക്കുന്നു. മികച്ച 500 കമ്പനികളിലായി LICയുടെ നിക്ഷേപ മൂല്യം 2014 മുതലുള്ള 10 വർഷത്തിനിടെ 1.56 ലക്ഷം കോടിയിൽ നിന്ന് 15.6 ലക്ഷം കോടിയായി വർദ്ധിച്ചുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിക്ഷേപിച്ച തുകയുടെ മൂല്യത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന വർധനവെന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അഡാനി കമ്പനികളെ സംബന്ധിച്ച് അത് കൂടുതൽ നിക്ഷേപിക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതിനർത്ഥം സ്വകാര്യ മേഖലയിലെ നിക്ഷേപമെന്ന നിലയിൽ അദാനിയെ വഴിവിട്ട് സഹായിക്കുന്നുവെന്നാണ്. വിദേശത്തും സ്വദേശത്തും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുവെന്ന അറിയിപ്പുകൾ അഡാനി കമ്പനികളെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും അതോടൊപ്പം തിരിച്ചടികളും വാർത്തയാകുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ നിക്ഷേപത്തിന് തിരിച്ചടിയുണ്ടായതിന് പിറകെയാണ് പൊതുമേഖലാ ബാങ്കിൽ നിന്ന് സഹായം നൽകുന്നതിനുള്ള നീക്കം വിവാദമായത്. അതിന് പിന്നാലെയാണ് US-ലെ കേസിനെ തുടർന്ന് ഓഹരിയിൽ വൻ നഷ്ടമുണ്ടായപ്പോൾ LICയുടെ നിക്ഷേപ വിവരം പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ ഇഷ്ടത്തോഴിനു വേണ്ടിയുള്ള മോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കൈയഴിച്ച സഹായങ്ങൾ സംശയാസ്പദവും അതേസമയം ആശങ്കാജനകവുമാണ്. ഈ സാഹചര്യത്തിൽ 30 കോടിയിലധികം ഇന്ത്യക്കാരുടെ കൊച്ചു സമ്പാദ്യങ്ങൾ അഡാനിക്ക് നിക്ഷേപമായി നൽകി LIC എന്ന സ്ഥാപനത്തെ തകർക്കരുതെന്നാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്.